ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നിതി ആയോഗ് കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് കുമാർ ലാഹിരി പുതിയ വൈസ് ചെയർമാൻ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിപുലമായ പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ രാത്രി 9:30 മത്സരം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. നിതി ആയോഗ് കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് കുമാർ ലാഹിരിയെ പുതിയ വൈസ് ചെയർമാനായി നിയമിച്ചു. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ കെ ബേരിക്ക് പകരമാണ് അദ്ദേഹത്തിന്റെ നിയമനം. ഇതിനു പുറമെ രാജീവ് ഗൌബ, പ്രൊഫസർ KV രാജു, പ്രൊഫസർ ഗോബർധൻ ദാസ്, ഡോക്ടർ M ശ്രീനിവാസ്, പ്രൊഫസർ അഭയ് കരിന്തകർ എന്നിവരെ നിതി ആയോഗിന്റെ പൂർണ്ണസമയ അംഗങ്ങളായും സർക്കാർ നിയമിച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ടത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജയ്പൂരിൽ റിട്ടയർമെന്റിന് ശേഷമുള്ള ബെഞ്ച് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിരമിച്ച ജഡ്ജിമാർക്ക് നിയമബോധവൽക്കരണത്തിനും മധ്യസ്ഥതയിലൂടെ കേസുകൾ തീർപ്പാക്കുന്നതിനും വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആത്മനിർഭർ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ പ്ലാന്റ് ആദിത്യ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നും 2027 അവസാന പകുതിയോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. The plant where the train will be manufactured is this Aditya plant of BML. So the plant is now in very good shape. The design is also completed. Very soon the manufacturing of B28 bullet train, which is Atmanirbhar Bharat's bullet train, will be started here very soon. The first prototype should be ready early next year and it should get into operations around late part of 2027. It should be completed. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. കേരളത്തിലെ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിപുലമായ പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ കുടിവെള്ളം, ORS, തണൽ പന്തലുകൾ എന്നിവ ഉറപ്പാക്കും. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളപ്പോൾ പൊതുപരിപാടികൾക്കും കായിക മത്സരങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. തടസ്സമില്ലാതെ വൈദ്യുതി, കുടിവെള്ള വിതരണം ഉറപ്പാക്കാൻ KSEBയ്ക്കും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. ആരോഗ്യമേഖലയിൽ പ്രത്യേക ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കാനും പാമ്പുകടിക്കെതിരെയുള്ള ആന്റിവെനം ലഭ്യതയും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ ജാഗ്രതയും ഉറപ്പാക്കാനും തീരുമാനിച്ചു. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ നിരവധി പേർക്ക് സൂര്യാതപവും സൂര്യാഘാതവുമേറ്റു. പത്തനംതിട്ട ഇലന്തൂരിൽ 70 വയസ്സുകാരിക്ക് സൂര്യാഘാതമേറ്റു. ഇടുക്കി ജില്ലയിൽ 2 പേർക്കാണ് ഇന്ന് സൂര്യാതപമേറ്റത്. കോഴിക്കോട് കൊടിയത്തൂരിലും ഒരു യുവാവിന് സൂര്യാതപമേറ്റു. കേരളത്തിൽ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ നടത്തും. ആദ്യഘട്ടത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ ഹൌസ് ലിസ്റ്റിംഗും ഹൌസിംഗ് സെൻസസും നടക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ ആരംഭിക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി എന്യൂമറേറ്റർ മൊബൈൽ ആപ്പിലൂടെ വിവരശേഖരണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച ദക്ഷിണാഫ്രിക്ക ഇതിനോടകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. ഡൽഹി ഉയർത്തിയ 265 റൺ വിജയലക്ഷ്യം പഞ്ചാബ് 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. രണ്ടാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. കെയ്റോയിൽ നടക്കുന്ന ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന്റെ 7ാം ദിനമായ ഇന്ന് ഇന്ത്യ 1 സ്വർണവും 1 വെങ്കലവും നേടി.
10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വൻഷിക ചൌധരിയും ചിരാഗ് ശർമ്മയും ചേർന്ന സഖ്യമാണ് സ്വർണം നേടിയത്. ഇതേ ഇനത്തിൽ മോഹിനി സിംഗ്, ഹിമാൻഷു റാണ സഖ്യത്തിനാണ് വെങ്കലം. നിലവിൽ മെഡൽ പട്ടികയിൽ 5 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 14 മെഡലുകളുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. മൂന്നാറിൽ കനത്ത ചൂട് തുടരുന്നു. അൾട്രാ വയലറ്റ് സൂചിക 8-ലെത്തി. അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിൽ രാത്രികാലങ്ങളിലെ തണുപ്പ് 20-ൽ താഴെ ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമ്പോഴും പകൽ സമയത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. തണുപ്പ് പ്രതീക്ഷിച്ചെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കനത്ത വെയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കിയേക്കാം. ഈ സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നതിലെ അപകടാവസ്ഥയെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ബോധവൽക്കരണം നൽകാൻ തീരുമാനമായി. സഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ നൽകാൻ ടൂറിസം വകുപ്പിനും DTPCക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിക്ക് പുറമെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയായ 8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയും കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറച്ചുമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം അരങ്ങേറുന്നത്. നാളെ രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങും. തുടർന്ന് മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും പൂരനഗരിയിൽ നാദവിസ്മയം തീർക്കും. വെടിക്കെട്ടുകളുടെ സമയത്ത് ആചാരപരമായി ഇത്തവണ കതിന പൊട്ടിക്കും. ഘടകപൂരങ്ങളും ആചാര അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കാതെ നാളെ പൂരത്തിന്റെ ഭാഗമാകും. പത്തനംതിട്ട ചന്ദനപ്പള്ളി ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് ഉപേക്ഷിച്ചു. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ലളിതമാക്കണമെന്ന ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. എറണാകുളം നഗരത്തിലെ പുല്ലേപ്പടിയിൽ വൻ തീപിടുത്തം. ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നിടത്താണ് തീപിടുത്തമുണ്ടായത്. വൈകിട്ട് 6 മണിയോടെ പുല്ലേപ്പടി പാലത്തിന് താഴെയാണ് സംഭവം. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ജെൻസ് ഹോസ്റ്റലിലേക്കും തീ പടർന്നു. ആളപായമില്ല. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന പരിശീലന പരിപാടികൾ രാവിലെ 10:30 അവസാനിപ്പിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. NCC, SPC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പരേഡ്, അസംബ്ലി, വിനോദയാത്രകൾ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ സ്മൃതിദിനം ആചരിച്ചു. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ KG മാരാരുടെ വെങ്കല പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്മൃതിദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ തിരുവനന്തപുരത്ത് നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ആയുർവേദ കോളേജ്, ഗാന്ധാരി അമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതേസമയം ഓറൽ പത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസാർ ഭാരതിയും MyGov പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സിഗ്നേച്ചർ ടോൺ തയ്യാറാക്കൽ, ജിംഗിൾ നിർമ്മാണം എന്നീ 2 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. നിതി ആയോഗ് കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് കുമാർ ലാഹിരിയെ പുതിയ വൈസ് ചെയർമാനായി നിയമിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിപുലമായ പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. രാത്രി 9:30 മത്സരം ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.